കെ വി ബൈജു. ഇപ്പോൾ മനാഫ് നമുക്കൊപ്പം ചേരുകയാണ്. മനാഫ്, താങ്കൾ ഇന്നലെ SITക്ക് മുന്നിൽ ഹാജരായിരുന്നു. തെളിവുകൾ, താങ്കളുടെ കൈവശമുള്ള തെളിവുകൾ കൈമാറി, ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞു. താങ്കൾ ഇപ്പോഴും ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു, അവിടെ ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്താണ് അവിടെ അത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കാൻ താങ്കളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ? തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ എല്ലാ വിഷയത്തിലും ഉറച്ചു നിൽക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ഇന്നലെ മെനയാന്നുമായിട്ട് പല ആളുകളും കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് SITൻ്റെ മുന്നിലെത്തിയിരുന്നു. ഒരു അച്ഛനെയും അച്ഛൻ്റെ സഹോദരിയെയും കൊല ചെയ്യപ്പെട്ടതിൻ്റെ കംപ്ലൈൻ്റായിട്ട് ഒരു കൂട്ടർ വന്നിരുന്നു ഇന്നലെ. അതുപോലെ തന്നെ ഇന്നലെ തന്നെ ഒരു അമ്മ മകളെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കംപ്ലൈൻ്റായിട്ട് വന്നിരുന്നു. ഇതൊക്കെ ഞാൻ നേരിട്ട് കണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പല ആളുകളും അവിടെ നിരന്തരമായിട്ട് പരാതിയായിട്ട് വരുന്നുണ്ട്. പല ആളുകളും അവിടെ വേറെ പല വ്യക്തികളും അവിടെ ശവങ്ങൾ കുഴിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് വന്നതുണ്ട്. ചില ഈ ഭീമ തന്നെ ഈ ചിന്നയ്യ എന്ന് പറഞ്ഞ ആൾ കുഴിച്ചിട്ട സ്ഥലങ്ങൾ കുഴിച്ചിടുന്നത് കണ്ട ആളുകൾ രംഗത്ത് വന്നതുണ്ട്. ഇപ്പോൾ ഈ വിറ്റൽ ഗൗഡ അദ്ദേഹം കാണിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങൾ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അറിയാവുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ പരിശോധിച്ചും കൊണ്ടിരിക്കുന്നത്. 2 പ്രാവശ്യമായിട്ട് 2 ദിവസങ്ങളിലായിട്ട് അദ്ദേഹത്തെ പരിശോധനയ്ക്ക് കൊണ്ടുപോയി അദ്ദേഹം ആ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ അദ്ദേഹത്തിന് അറിയാവുന്നതുണ്ട്, അത് കാണിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട് ആളുകൾ ഇതുപോലെ ശവങ്ങൾ അവിടെ ഉള്ള കാര്യങ്ങൾ അറിയുന്ന ആളുകൾ. ഇനിയും പുറത്തു വരാത്ത ആളുകളെ, ഇതുപോലെ ദുരൂഹത ആരോപിക്കുന്ന ആളുകളെ താങ്കൾക്ക് അറിയാമോ? അതുകൊണ്ടാണോ ഇത്രയും ഉറപ്പിച്ച് ഇതിന്റെ നിയമ പോരാട്ടത്തിൽ ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും പല ആളുകളും അവിടെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇവിടുത്തെ മാധ്യമങ്ങൾ അത് സംരക്ഷണം ചെയ്യുന്നില്ല. ഇന്നലെ അവിടെ ഒരു എന്താ പറയുക, അവിടെ അടിപിടികൾ നടന്ന് ഇത് അവിടെ ഒന്നുമില്ലെങ്കിൽ ഈ ഇന്നലെയും ഭയങ്കര തോതിലുള്ള അടിപിടികൾ നടന്ന് ഇതെന്തിന് നടക്കേണ്ട ആവശ്യം? ഡി ഗാങ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ ഇന്നലെ ഈ ബംഗ്ലഗുഡൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അവിടെ ആ പ്രദേശത്തൊന്നും അസ്ഥികളോ മറ്റുള്ള ആളുകളെ കുഴിച്ചിട്ടിട്ടോ ഇല്ലെങ്കിൽ ജനങ്ങൾ എന്തിനാണ്, ഈ ടൈപ്പ് ആളുകൾ എന്തിനാണ് ഭയപ്പെട്ട് അതിന് തടസ്സം നിൽക്കേണ്ട ആവശ്യം? അതുകൊണ്ട് കൃത്യമായിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ ഓരോന്നായി പുറത്തു വരുന്നതിൻ്റെ ലക്ഷണമാണ് കർണാടകൻ്റെ BJP സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഇപ്പം വിറ്റൽ ഗൗഡക്ക്, അതേമാതിരി വിറ്റൽ ഗൗഡൻ്റെ ഫാമിലിക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ വിറ്റൽ ഗൗഡ കാണിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളും. അദ്ദേഹത്തിൻ്റെ ആ ബോഡി ലാംഗ്വേജ് തന്നെ കണ്ടാലറിയാം, അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ഭയപ്പാടില്ല, അദ്ദേഹം മുഖംമൂടി ധരിക്കുന്നില്ല, അദ്ദേഹത്തിന് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇട്ട് കൊടുക്കണില്ല, അദ്ദേഹത്തിന് ഒന്നും ആവശ്യമില്ല. അദ്ദേഹം കൂളായിട്ട് എല്ലാ സ്ഥലങ്ങളും, അദ്ദേഹം ജനിച്ചു വളർന്ന നാടാണ്, ആ നാട്ടിൽ അവിടെ നടന്നുകൊണ്ടിരിക്കണ ഈ ഇത്തരത്തിലുള്ള ക്രൂരമായ പൈശാചികമായ ഹീനകൃത്യങ്ങൾ അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിലും ലോകത്തിന് മുന്നിലേക്കും കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇതുപോലെ പല ആളുകളും അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട് അവിടെ നടന്നതിനെ എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരാൻ. ഇതിനെ പല രൂപത്തിലും പല കോണിൽ നിന്നും അമ്പലത്തിനെതിരെയുള്ള പ്രചരണമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കവചം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. സത്യത്തിൽ ഇത് അമ്പലമായിട്ട് യാതൊരു ബന്ധമില്ല. ഇത് അമ്പലത്തിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം തന്നെ ഇത്രയും വിട്ടിട്ടുള്ള ഈ സ്ഥലത്ത് നടക്കുന്ന ഈ ഭയാനകമായി ആളുകൾ നെട്ടുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് എന്താവുന്നത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് വിറ്റൽ ഗൗഡയെ മനാഫ് കണ്ടിട്ടുണ്ടോ? അയാളുമായി സംസാരിച്ചിട്ടുണ്ടോ? അയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ SITക്ക് ലഭിക്കും എന്നാണോ മനാഫ് കരുതുന്നത്? ഈ ചിന്നയ്യയ്ക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വിറ്റൽ ഗൗഡയ്ക്ക് അറിയാമെന്നാണോ താങ്കളുടെ വിശ്വാസം? തീർച്ചയായിട്ടും അറിയാമെന്നുള്ളതാണ് വിശ്വാസം. അദ്ദേഹം കാണിച്ചു കൊടുക്കേണ്ട അതൊക്കെ കൃത്യമായിട്ട് ശരിയാവുന്നുണ്ട്. പിന്നെന്താ, അദ്ദേഹത്തിന് വേറെ ഒന്നുണ്ട്, കാണാനോ സംസാരിക്കാനോ പറ്റാത്ത ഒരാളൊന്നുമല്ലല്ലോ, ഭീകരനൊന്നും അല്ലല്ലോ.
അദ്ദേഹം ഒരു സത്യസന്ധമായ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളല്ലേ. അപ്പോൾ അങ്ങനത്തെ ആളുകളെ കാണാനോ സംസാരിക്കാനോ നിൽക്കണതിൽ എന്താ കുഴപ്പമുള്ളത്? ഒരു കുഴപ്പമില്ല. അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ പോലും സംസാരിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ടോ വിട്ടൽ? ഇല്ല 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 ഒന്നുമില്ല. അദ്ദേഹം ആരും ആരുടെ കാര്യങ്ങളും പങ്കുവെക്കാറില്ല. അത് ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ SITനെ ധരിപ്പിച്ച്, അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങൾ അദ്ദേഹം SIT ധരിപ്പിച്ച്, അഭിഷേകിന് അറിയുന്ന കാര്യങ്ങൾ അഭിഷേക് ധരിപ്പിച്ച്, ജയന്തിന് അറിയുന്ന കാര്യങ്ങൾ ജയന്ത് ധരിപ്പിച്ച്, അങ്ങനെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഞങ്ങളെല്ലാവരും ധരിപ്പിച്ച കാര്യങ്ങൾ ഒന്നാണോ എന്നുള്ളത് അതും നോക്കാറുണ്ട് SIT. ശരി, മനാഫിലേക്ക് ഞാൻ തിരിച്ചു വരാം. KV ബൈജു തുടരുന്നുണ്ട് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.